വെൽക്കം ടു 7 ഡേ മിറക്കിൾസ് ചാനൽ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഈ ലോകത്ത് എല്ലാവരും ഉണ്ടായിട്ടും നമ്മൾ മാത്രം ഒറ്റയ്ക്കായി പോകുന്ന ആ നിമിഷങ്ങളെക്കുറിച്ച്? അല്ലെങ്കിൽ ആരുമില്ലാതെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്? പലപ്പോഴും ഒറ്റപ്പെടൽ ഒരു വേദനയായിട്ടാണ് നമുക്ക് തോന്നാറുള്ളത്, അല്ലേ? എന്നാൽ ആ ഒറ്റപ്പെടലിനെ സ്വന്തം ഏകാന്തതയാക്കി മാറ്റിയാൽ അവിടെ പുതിയൊരു ലോകം തുറക്കപ്പെടും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒറ്റയ്ക്കുള്ള ജീവിതത്തെക്കുറിച്ചാണ്. ഇത് വെറുമൊരു സംസാരമൊന്നും അല്ല കേട്ടോ. എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലെ ആ നിശബ്ദതയെക്കുറിച്ചുള്ള ഒരു യാത്രയാണ്. ഈ വീഡിയോയുടെ അവസാനം എത്തുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറിയേക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർക്കായി നീക്കിവെക്കുന്ന ഈ സമയം നമുക്ക് ഒന്നിച്ച് ചെലവഴിച്ചാലോ? നിങ്ങളെ നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം. ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് അറിയാവോ? നമ്മളെ തന്നെ ശരിക്കും കണ്ടുമുട്ടുന്നു എന്നതാ. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്കും നിർബന്ധങ്ങൾക്കും വഴങ്ങാതെ നമ്മുടെ ഉള്ളിലെ ആ ചെറിയ കുഞ്ഞിനോട് സംസാരിക്കാൻ നമുക്ക് സമയം കിട്ടും. നമ്മൾ എന്തിനാ ചിരിക്കുന്നത്, എപ്പോഴാണ് നമ്മൾ ശരിക്കും സന്തോഷിക്കുന്നത് എന്നൊക്കെ അപ്പോഴാ മനസ്സിലാവുക. അത് വലിയൊരു തിരിച്ചറിവാ. ലോകം മുഴുവനും നമുക്കെതിരെ നിന്നാലും എനിക്ക് ഞാനുണ്ട് എന്ന ആ ബോധം തരുന്ന ആത്മവിശ്വാസമേ, അത് ഒട്ടും ചെറുതല്ല. സമാധാനത്തിന്റെ വില. ചിലപ്പോഴൊക്കെ ബഹളങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് ഒരാശ്വാസമാ. ആരുടെയും ചോദ്യം ചെയ്യലുകളില്ലാതെ, ആരെയും ബോധ്യപ്പെടുത്താനില്ലാതെ സ്വന്തം ഇഷ്ടത്തിന് ഒരു ചായ കുടിക്കുന്നതോ ജനലിലൂടെ പുറത്തെ മഴ നോക്കിയിരിക്കുന്നതോ ആയ ആ നിമിഷങ്ങൾ, അത് തരുന്ന ഒരു സമാധാനമുണ്ട്. ആ സമാധാനം ലോകത്തിലെ ഒരു വലിയ ആൾക്കൂട്ടത്തിനും നിങ്ങൾക്ക് തരാൻ കഴിയില്ല. നമ്മൾ നമ്മെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുന്നത് ഈ ഏകാന്തതയിലാണ്. ഉത്തരവാദിത്തങ്ങളും കരുത്തും. ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നമ്മൾ കൂടുതൽ കരുത്തരാകും. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണം. ചെറിയ വീഴ്ചകൾ ഉണ്ടായാലും അത് പരിഹരിക്കാൻ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങും. ഈ പോരാട്ടം നമ്മളെ ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളെ നേരിടാൻ പ്രാപ്തരാക്കും. ആദ്യമൊക്കെ പേടി തോന്നുമെങ്കിലും പിന്നീട് അതൊരു ശീലമാകും. ആ ശീലം നമ്മെ ഒരു മികച്ച വ്യക്തിത്വമാക്കി വളർത്തും. ബന്ധങ്ങളിലെ വ്യക്തത. ഒറ്റയ്ക്കിരിക്കുമ്പോഴാ നമുക്ക് ചുറ്റുമുള്ള ബന്ധങ്ങളുടെ വില നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. ആരൊക്കെയാ കൂടെയുള്ളത്, ആരൊക്കെയാ അഭിനയിക്കുന്നത് എന്നൊക്കെ തിരിച്ചറിയാൻ ഈ മാറി നിൽക്കൽ സഹായിക്കും. ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ കാണാത്ത പല കാര്യങ്ങളും ദൂരെ മാറി നിന്ന് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. അനാവശ്യമായ ബന്ധങ്ങൾ ഒഴിവാക്കാനും നല്ല സൗഹൃദങ്ങളെ ചേർത്ത് പിടിക്കാനും ഇത് നമ്മെ പഠിപ്പിക്കും. സ്വന്തം ഇഷ്ടങ്ങളുടെ വീണ്ടെടുപ്പ്. മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന ഒന്നാ നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾ. ഏത് നിറത്തിലുള്ള ഡ്രസ്സ് ധരിക്കണം, എന്ത് ഫുഡ് കഴിക്കണം, ഏത് സിനിമ കാണണം എന്നൊക്കെ തീരുമാനിക്കുന്നത് മറ്റൊരാളെ സന്തോഷിപ്പിക്കാനാണെങ്കിലേ അവിടെ നമ്മൾ തോറ്റുപോകുകയാ. എന്നാൽ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സാമ്രാജ്യത്തിലെ രാജാവോ രാജ്ഞിയോ ഒക്കെയാ. പാതിരാത്രിയിൽ പാട്ട് പാടാനോ ഇഷ്ടമുള്ള പുസ്തകം വായിച്ച് പുലരുവോളം ഇരിക്കാനോ നിങ്ങൾക്ക് ആരുടെ അനുവാദം വേണ്ട. ഈ സ്വാതന്ത്ര്യം നൽകുന്ന എനർജിയെ വളരെ വലുതാ. നിശബ്ദതയെ ഭയപ്പെടേണ്ട ഒന്നായിട്ടല്ല, മറിച്ച് ആസ്വദിക്കേണ്ട ഒന്നായി കാണണം. ആൾക്കൂട്ടത്തിനിടയിൽ പലപ്പോഴും നമ്മൾ നമ്മുടെ ഉള്ളിലെ ശബ്ദം കേൾക്കാറേയില്ല. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആ നിശബ്ദത നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ചും നിങ്ങൾ വരുത്തിയ തെറ്റുകളെക്കുറിച്ചും ഇനി പോകേണ്ട വഴികളെക്കുറിച്ചും ഒക്കെ ആ നിശബ്ദത നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് കേൾക്കാൻ പഠിച്ചാലേ ലോകത്തിലെ ഏറ്റവും വലിയ അറിവ് നിങ്ങൾ നേടിക്കഴിഞ്ഞു. സ്വയം പര്യാപ്തത. നമ്മുടെ സന്തോഷം മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനേക്കാൾ വലിയ വിഡ്ഢിത്തം വേറെയില്ല. അവർ വന്നാലേ എനിക്ക് സന്തോഷമാകൂ, അല്ലെങ്കിൽ അവർ വിളിച്ചാലേ എനിക്ക് സമാധാനമാകൂ എന്ന് ചിന്തിക്കുന്നത് നമ്മളെ ദുർബലരാക്കും. ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയും. സ്വന്തം സന്തോഷത്തിനായി മറ്റാരെയും ആശ്രയിക്കാത്ത അവസ്ഥ, അതാണ് യഥാർത്ഥ കരുത്ത്. ക്രിയേറ്റിവിറ്റി. ലോകത്തിലെ ഏറ്റവും മികച്ച എഴുത്തുകാരും കലാകാരന്മാരും അവരുടെ സൃഷ്ടികൾ നടത്തിയത് ഏകാന്തതയിലിരുന്ന. മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ പുതിയ ചിന്തകളുണ്ടാകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും, അത് പാചകമാകാം, പെയിന്റിംഗ് ആകാം, എഴുത്താകാം, അതിലേക്ക് കൂടുതൽ ശ്രദ്ധ നൽകാൻ ഈ സമയം സഹായിക്കും. നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളെ പുറത്തെടുക്കാൻ ഇതിന് നല്ലൊരു അവസരം വേറെ കിട്ടില്ല. പ്രകൃതി. മനുഷ്യർക്കിടയിൽ മാത്രം ജീവിക്കുമ്പോൾ നമ്മൾ പ്രകൃതിയെ മറന്നു പോകുന്നു. ഒറ്റയ്ക്കുള്ള നടത്തം, ചെടികളോടുള്ള സംസാരം, ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി ഇരിക്കൽ, ഇതൊക്കെ നമ്മെ പ്രകൃതിയുമായി കൂടുതൽ അടുപ്പിക്കും. നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു കുഞ്ഞു ഭാഗമാണെന്നും ഇവിടെ ജീവിക്കാൻ നമുക്ക് നമ്മുടെ അസ്തിത്വം മാത്രം മതിയെന്നും അപ്പോൾ നമുക്ക് ബോധ്യം വരും. നമ്മുടെ വേദനകൾ.
പലപ്പോഴും ബന്ധങ്ങളിലെ വിള്ളലുകളും തകർച്ചകളും ഒക്കെയാണ് നമ്മെ ഒറ്റപ്പെടലിലേക്ക് നയിക്കുന്നത്. എന്നാൽ ആ വേദനയിൽ നിന്ന് പുറത്തെടുക്കാനുള്ള മരുന്നും ഈ ഒറ്റപ്പെടൽ തന്നെയാ. മുറിവുകൾ ഉണങ്ങാൻ സമയം വേണം. ആ സമയം മറ്റാരും തരുന്നതിനേക്കാൾ നന്നായി നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് നൽകാൻ കഴിയും. കരയണമെന്നുണ്ടെങ്കിൽ മനസ്സ് തുറന്ന് കരയാനും പിന്നീട് ചിരിച്ചുകൊണ്ട് എഴുന്നേൽക്കാനും ഈ ഏകാന്തത നമ്മെ പഠിപ്പിക്കും. ഡിജിറ്റൽ വേൾഡ്. ഇന്ന് നമ്മൾ ഫോണിലൂടെ ആയിരക്കണക്കിന് ആൾക്കാരുമായി ബന്ധപ്പെടുന്നുണ്ട്. എന്നിട്ടും പലർക്കും വലിയ ശൂന്യത അനുഭവപ്പെടുന്നു. സത്യത്തിൽ ഈ സോഷ്യൽ മീഡിയ ബഹളങ്ങളിൽ നിന്നും മാറി നിന്ന് സ്വന്തം ഉള്ളിലേക്ക് നോക്കുന്നതാ യഥാർത്ഥ ജീവിതം. ലൈക്കുകൾക്കും കമൻറ്റുകൾക്കും അപ്പുറം നിങ്ങളുടെ മനസ്സിന് എന്ത് വേണം എന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് ജീവിതം അർത്ഥവത്താവുന്നത്. ഒറ്റയ്ക്ക് ജീവിക്കുക എന്നത് ലോകം നിങ്ങളെ ഉപേക്ഷിച്ചു എന്നല്ല, മറിച്ച് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തീരുമാനിച്ചു എന്ന അർത്ഥം. നാളെ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ തനിച്ചാണല്ലോ എന്ന സങ്കടത്തോടെയല്ല, മറിച്ച് എനിക്ക് ഞാനുണ്ടല്ലോ എന്ന അഭിമാനത്തോടെ തല ഉയർത്തി നടക്കുക. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്, ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ഒരു പരാജയമൊന്നുമല്ല, അതൊരു യാത്രയാണ്. നമ്മിൽ നിന്ന് നമ്മിലേക്ക് തന്നെയുള്ള ദൂരം കുറയ്ക്കുന്ന ഒരു യാത്ര. ചിലപ്പോൾ ഇത് കഠിനമായി തോന്നാം, ചിലപ്പോൾ സങ്കടം വരാം. എന്നാൽ ആ സങ്കടങ്ങളെയും ഏകാന്തതയും സ്നേഹിച്ചു തുടങ്ങിയാലേ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. കാരണം നിങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്ത് നിങ്ങൾ തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് അല്പമെങ്കിലും ആശ്വാസം നൽകിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും പകർന്നു നൽകുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബി ഹാപ്പി, ബി പോസിറ്റീവ് ആൻഡ് അക്സെപ്റ്റ് ദി മിറക്കിൾസ് റൈറ്റ് നൗ.